ലൈഫില് മിണ്ടാണ്ടിരിക്കും. ഇന്ന് നമ്മൾ എങ്ങോട്ടും യാത്ര പോകണം ഗൈസ്, എവിടേക്കാന്ന് അറിയത്തില്ല. അങ്ങനെ പ്ലാനൊന്നും ഇല്ലാതെ ഞങ്ങൾ എത്തിച്ചേർന്ന് പൂയംകുട്ടിയിലാണ്. പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലം ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം, കോതമംഗലത്തു നിന്നാണ്. കോതമംഗലത്തു നിന്ന് നമ്മൾ മാമലക്കണ്ടം പോകുന്ന വഴിയിലാണ് പൂയംകുട്ടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇതുപോലൊരു ജങ്കാറുണ്ട്. നമ്മുടെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. പുലിമുരുകനിൽ അത്യാവശ്യം നല്ല സീൻസുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആദിവാസി ഗ്രാമമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ, ഓഫ് റോഡാണ്. അപ്പോൾ ഞങ്ങൾ ജീപ്പ് എടുത്തു. ജീപ്പിൽ ഓഫ് റോഡ് കയറി തുടങ്ങി. ഓൺ ദ വേ ഒരു പേരയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പേരയ്ക്ക പൊട്ടിക്കാന്ന് പറഞ്ഞു. ഞാൻ റെയിൻകോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഏട്ടാ പറഞ്ഞ റെയിൻകോട്ട് പൊട്ടിച്ചു. ലൈവ് പേരയ്ക്ക പറിച്ചു വേണം അല്ലേ? അങ്ങനെ പേരയ്ക്കൊക്കെ പൊട്ടിച്ച് പിന്നെ യാത്ര തുടങ്ങി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഈ വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് കൊണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് കുളിക്കാൻ അങ്ങനെ വേറെ തിരക്ക് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ആളുകളൊന്നുമില്ല. ലൈഫിൽ ഇടയ്ക്ക് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം. യെസ്, ഫ്രഷ് നാച്ചുറൽ വാട്ടർ, ചുറ്റും കാട്. ഈ കാട് കിട്ടില്ല മുത്തേ. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറേ നേരം പീസ് ഔട്ടായിട്ട് ഇങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് കാടിൻ്റെ അകത്തോട്ട് കുറച്ചൊരു 5 മിനിറ്റ് നടന്നു. അവിടെ ആനപ്പാതയൊക്കെ കണ്ടു. ആനപ്പാത, ഇതൊക്കെയാണ് ആനപ്പാത. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് 2 പയ്യന്മാരെ കിട്ടി. അവിടെ തന്നെ ഉള്ള 2 പയ്യന്മാരെ. അവന്മാരുടെ ഒരു കടയുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ ഗ്രാമത്തിലോട്ട് പോയി. അവിടെ ചെന്ന് അവർ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ചായ കുടിച്ചു. ഇവിടെ കറണ്ടില്ല, വേറെന്താ ഗ്യാസില്ല, കറണ്ടില്ല, ഫോണിൻ്റെ റേഞ്ചില്ല. ചായക്കട. എടാ പോട്ടെ, ബൈ. അങ്ങനെ അവരോടും ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ തിരിച്ച് പോകുന്ന വഴിക്ക് നല്ല മഴ കിട്ടില്ല. മഴ എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത മഴ. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. ഇത് ലൈഫിലെ ഭയങ്കര മെമ്മറി ഉള്ളൊരു ട്രിപ്പായിരുന്നു. അത് ഭയങ്കര നമുക്ക് കുറേ റിലാക്സ് ആവാൻ പറ്റി, കുറേ റിഫ്രഷായി, നല്ല കുറേ പീസ് ഔട്ടായിട്ട് കുറേ നേരം ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റി. അങ്ങനെ എല്ലാ യാത്രകളും കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു അത്. ആ ട്രിപ്പ് ഇത്ര അടിപൊളിയാക്കിയത് എന്തായാലും അടിപൊളിയായി. അങ്ങനെ തിരിച്ചെത്തി ഞങ്ങൾ പെരുമ്പാവൂർ വന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു.